ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാല, അമൃത ആൻഡ് ആ പാപ്പുടെ ഒരു വീഡിയോ. അതിൽ ഇവരുടെ റെസ്പോൺസ്, ബാലയുടെയും അമൃതയുടെയും റെസ്പോൺസ്. ഇപ്പോൾ കുറച്ച് വലിയ വീഡിയോ ആണ്. ഞാനതിൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, അച്ഛനും അമ്മയും കുട്ടി വീഡിയോ ഇട്ടതിന് ശേഷവും വന്നിരുന്ന് അവരുടേതായിട്ടുള്ള കാര്യം അവർ പറയുന്നു. അമ്മ വന്നിട്ട് കുട്ടി വീഡിയോ ഇട്ടത് എന്തുകൊണ്ട് ഇടാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ആൻഡ് അവരനുഭവിച്ച കാര്യങ്ങൾ അവർ പറയുന്നു. അപ്പുറത്തെ സൈഡിൽ അച്ഛൻ കുട്ടിയുടെ വീഡിയോയ്ക്ക് റെസ്പോൺസ് വീഡിയോ ഇടുന്നു. ആ റെസ്പോണ്ട് വീഡിയോനകത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. 3 വയസ്സ്, പിന്നെ നിനക്ക് ഓർമ്മ കാണുമോ, നിനക്ക് ഭക്ഷണം, ലൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നു. കൃത്യമായിട്ട് ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോയ്ക്കകത്ത് ബാലച്ചേട്ടൻ, ഞാൻ പല വീഡിയോസിനകത്തും ബാല എന്ന് പറഞ്ഞ വ്യക്തിയെ ബാലച്ചേട്ടൻ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ബാലച്ചേട്ടൻ എന്നുള്ളത് മാറ്റിയിട്ട് ബാല, ആക്ടർ ബാല, അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. ഫൈൻ, ബാലച്ചേട്ടൻ എന്നുള്ള സമയത്ത് ഞാൻ എൻ്റെ വായിലത് വന്നാൽ ബാലച്ചേട്ടൻ എന്ന് പറയും. ബാലാന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോനകത്ത്. കംപ്ലീറ്റ്ലി ബാലച്ചേട്ടൻ എന്നല്ല, ബാലച്ചേട്ടൻ. അതെനിക്ക് എങ്ങനെയാണോ, ലൈക്ക് ഞാൻ ബാലച്ചേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് എനിക്ക് ബാലച്ചേട്ടൻ വരും, ഇടയ്ക്ക് എനിക്ക് ബാല വരും. അതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് നീ ഇനി മുതൽ ബാല എന്നേ വിളിക്കാൻ പാടും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടുക്കളല്ലേ, നിങ്ങൾ ബെൽറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒരു കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവിടെ ഞാൻ മാക്സിമം ഈ സാധനങ്ങളൊന്നും നോക്കാറില്ല. ഈ റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് സാധനങ്ങളൊക്കെ നോക്കാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഞാൻ തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കാര്യമാകുമ്പോൾ ഞാൻ ചെയ്യില്ല. ഞാൻ അങ്ങനെയാണ് ജാസ്മിൻ്റെ കാര്യത്തിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ചെയ്യില്ല. ഓക്കെ, അന്ന് ഞാൻ കുറേ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താല്പര്യമില്ല, ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു. 8 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സെയിം അമൃത ബാല. അതിനകത്ത് എനിക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫ്രണ്ടാണോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിൽ, നീ എന്തിനാണോ സംസാരിക്കുന്നത്, നീ ഒരു ഫ്രണ്ടാണോ, നീ ബാലച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താ പറയുന്നത്? കാണുന്നവരുടെ പേഴ്സ്പെക്റ്റീവാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഈ വ്യൂവർഷിപ്പ് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതാണ്. സോ നിങ്ങൾ എങ്ങനെ വേണേ എടുത്തോ, ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ, അതെങ്ങനെ ആരെ അഡ്രസ്സ് ചെയ്യണമെന്നും എന്ത് പറയണം എന്നുള്ളതും എൻ്റെ കോളല്ലേ, നോ വറീസ്, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നലെ ഇവരുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേരെടുത്ത് കോണ്ടൻ്റ് ആക്കി. അതിനുശേഷം ഈ ബാല അമൃത ഒപ്പം ഉണ്ടായിരുന്ന ടൈമിൽ അവരുടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ഒരു ആൾ, അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനകത്ത് അദ്ദേഹത്തിനെ ത്രട്ടൺ ചെയ്തു ബാല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ. ഇതാണെങ്കിലും നമുക്ക് ഇതൊന്ന് കാണാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്കന്ന് 18 വയസ്സ്, എന്നെവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. ആ പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര്. ഇർഷാദെ, എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ, നീ കണ്ണുകൊണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ? ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല.
ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇത്ര നാൾ നീ എവിടെയായിരുന്നു. ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പം എനിക്ക് ഈ പാപ്പുവിന്റെയും ചേച്ചിയും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായതുകൊണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ബാലയുടെയും അമൃതയുടെയും ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഡ്രൈവറാകുമ്പോൾ 100% കണ്ടില്ലെങ്കിലും ഒരു 50-ൽ കൂടുതൽ അവരുടെ ലൈഫിൽ എന്താ നടന്നതെന്നുള്ളത് അറിയുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് ഞാൻ എൻ്റെ വീഡിയോനകത്ത് ബാലചേട്ടൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേച്ചി എന്നാണ് ഈ ഡ്രൈവർ പറയുന്നത്. ഇനിയിപ്പോൾ അതിന് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുക, കാരണം ബാല സൈഡിലുള്ളവർ വന്നിട്ട് ഇനിയിപ്പോൾ നീ അമൃത ചേച്ചി എന്തിനാ പറയുന്നതെന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലീവ് ഇറ്റ്. സി, ഇന്നലെ അമൃതയുടെ അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? ഞാൻ ആകെ ചോദിച്ചൊരു ചോദ്യം, കുട്ടി വീഡിയോ ഇട്ടിട്ട് വേണമായിരുന്നോ അമൃതയ്ക്ക് വന്നിട്ടത് പറയാൻ? കുട്ടി വീഡിയോ ഇടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയത് അമൃതയുടെ സൈലൻസ് അല്ലേ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അമൃത മുമ്പ് തന്നെ ഈ ബാല വന്ന് ഇങ്ങനെ കുട്ടീനെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അമൃത വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കുട്ടി ഒരു പക്ഷേ ഈ വീഡിയോ ഇടുന്നത് ലേറ്റായിരുന്നു. വീഡിയോ ഇടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി റെസ്പോണ്ട് ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെസ്പോണ്ട് ചെയ്യും ആ കുട്ടി, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കാം. കുറച്ചും കൂടി ഒന്ന് സെറ്റിലായി ആ കുട്ടി കുറച്ച് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യും. കാരണം അമ്മ അവിടെ റെസ്പോൺസ് കൊടുത്തല്ലോ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടി ചിലപ്പോൾ ഇപ്പം റെസ്പോണ്ട് ചെയ്യില്ല, കുറച്ചും കൂടി കഴിഞ്ഞ് റെസ്പോണ്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇന്നലെ അമൃതൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മ എന്തുകൊണ്ട് ഇത് കേട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് പാപ്പു വീഡിയോ ഇടാൻ പോയെന്നുള്ളത്. അപ്പം അത് ഞാൻ അത്രേ ചോദിച്ചിട്ടുള്ളതേ, അല്ലാതെ ഞാൻ അതിനകത്ത് ഇവരനുഭവിച്ച പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാന്നൊക്കെ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ബാല എന്ന് പറഞ്ഞ വ്യക്തി, എനിക്ക് ബാലചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്കറിയാം. ആ വ്യക്തി ഇതേപോലെ ചെയ്യോ ഇല്ലേ എന്ന് എന്നോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമെന്നേ പറയൂ. കാരണം എനിക്ക് ബാലചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേച്ചർ അറിയാം, ബാലചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അറിയാം. ബാലചേട്ടൻ നല്ലത് ചെയ്യും, ഓക്കെ, നല്ലത് ചെയ്യും, സെൻറ്റിമെൻ്റലാണ്. ഓൺ അതർ ഹാൻഡ് ബാല എന്ന് പറഞ്ഞ വ്യക്തി ഇതും ചെയ്യും. അതറിയുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്കത് പറയാതിരിക്കാൻ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. കാരണം ഞാൻ കാര്യങ്ങൾ എനിക്കറിയുന്നതും ഞാൻ കണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഒരാളോട് എന്താ പറയുക ഒരു സോഫ്റ്റ് കോർണർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തത് പറയണ്ട എന്നുള്ളതൊന്നുമില്ല. ആ വ്യക്തി ചെയ്യും. ബാലയെ കുറിച്ച് അല്ലെങ്കിൽ ബാലയിൽ നിന്ന് അമൃത അനുഭവിച്ചു എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അമൃത പറഞ്ഞതും ഈ വ്യക്തി കണ്ടു എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഈ വ്യക്തി അനുഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ആറാട്ടണ്ണൻ്റെ ഒരു കേസ്. ആറാട്ടണ്ണനെ ബാല എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ടാണ്, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാലചേട്ടൻ ആറാട്ടണ്ണനെ വീട്ടിൽ വിളിച്ച് അടിച്ചു. ഓക്കെ, അത് ആറാട്ടണ്ണന് അന്ന് കേസാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കേസാക്കിക്കൂടെ? അപ്പോൾ അങ്ങേർക്ക് എന്തോ പേടിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങേർക്ക്. ഞാൻ പറഞ്ഞല്ലോ ചെയ്യും, ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യും. ഒരു സൈഡിൽ ബാല എന്ന് പറഞ്ഞ വ്യക്തിക്ക് വളരെ ഇമോഷനുണ്ട്, സങ്കടമുണ്ട്, ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. പക്ഷെ ഒരു സൈഡിൽ ഇത് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട് ബാലയ്ക്ക്, ഡെഫിനറ്റ്ലി ഉള്ള കാര്യമാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇരുന്ന് തള്ളി പറയാനൊന്നും പറ്റുന്നില്ല. പിന്നെ ആ ഒരു ലേഡി വന്നിരുന്നിട്ട്, അമൃത എന്ന് പറഞ്ഞ ലേഡി വന്നിരുന്നിട്ട് അവരുടെ ഇത്രയും ട്രോമ പറയുന്ന സമയത്ത് ഇല്ലല്ല ഒരു വഴിയില്ലെന്ന് പറയൂ, ഞാൻ പറയില്ല. അതെന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളെ. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഏതൊരു ലേഡി വന്ന് പറയുമ്പോഴും അത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമയത്തൊക്കെ ഈവൻ ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഒരു ലേഡി വന്നിട്ട് 6-7 നടന്മാർക്കെതിരെ എന്താ പറയുക ഭയങ്കരമായുള്ള ആരോപണം നടത്തി. ഇനീഷ്യൽ സ്റ്റേജിൽ അവർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ആ ലേഡി വന്ന് അവരുടെ സിറ്റുവേഷൻ പറയുന്നു, അത് അപ്പം അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ ആ വാദങ്ങൾ പൊളിയുമ്പോഴാണ് എന്ത് ഓക്കെ ഇതാണോ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? അമൃത വന്ന് അമൃത അനുഭവിച്ചത് പറയുന്നു, അമൃത അനുഭവിച്ചത് കണ്ടു എന്ന് പറഞ്ഞ് ഡ്രൈവർ വരുന്നു, കഴിഞ്ഞിട്ടില്ല അവനും അനുഭവിച്ചു എന്ന് പറയുന്നു. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ
ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു. കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവര് ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില്. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി. അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പൊ നിങ്ങളോടെല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നതല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പൊ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, ഭീഷണിപ്പെടുത്തായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് അതും എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ഈ പയ്യൻ ഭീഷണി തന്നെയാണ്. അതായത് ഇനിയും ഈ സാധനം പിടിച്ച് മുന്നോട്ട് പോകരുത്. ഈ പയ്യൻ ഒരു വട്ടം വീഡിയോ ഇട്ടു, ഡിലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു പ്രഷർ കൊടുത്തു. ഈ ചെക്കൻ ഡിലീറ്റ് ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അതും പറഞ്ഞില്ല. എന്താണെങ്കിലും ചെയ്ത് കാണും. അവൻ ആ പറഞ്ഞൊരു രീതി വെച്ചിട്ട് അവൻ പ്രഷറൈസ്ഡ് ആയിട്ട് അവൻ ചെയ്ത് കാണും. എന്താണെങ്കിലും അവന് ഒരുപാട് പറയാണ്ടെന്ന് പറയുന്നു. ഞാൻ ഇതാണ് എൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞത്. ആ കുട്ടി വന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ബാലയും മിണ്ടാതിരിക്കുക, അമൃതയും മിണ്ടാതിരുന്നെങ്കിൽ കുട്ടിയുടെ വീഡിയോ അതവിടെ ഒരു ദിവസം ഡിസ്കഷൻ നടക്കും, പോവും, കഴിഞ്ഞു. അവിടെ ആ സംഗതി കഴിഞ്ഞു. ബാല വീഡിയോ ഇടുന്നു, ബാല വീഡിയോ ഇട്ടിട്ട് മറ്റേ എന്താ പറയുക, ഇര പിടിക്കാൻ വേണ്ടി ബൈറ്റ് ഇടണ മാതിരി 2-3 സാധനങ്ങൾ ഇട്ടിട്ട് പോകുന്നു. അമൃത വരുന്നു. ഇവരിപ്പോൾ വീഡിയോയിൽ ബാലയുടെയും അമൃതയുടെയും ഡ്രൈവർ ആൻഡ് ഈ പയ്യൻ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് അമൃതനെ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്. സോ ഇപ്പോഴും ഈ പയ്യൻ അവരെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ അപ്പം പറയുന്ന കാര്യം നമുക്ക് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, അവരായിട്ട് കൺവേ ചെയ്യുന്ന കാര്യം എന്നുള്ളത് മനസ്സിലാക്കാം. ഈ പയ്യൻ തന്നെ പറയുന്നു, അമൃതയോട് എപ്പോഴും പറയാറുണ്ട്, റെസ്പോണ്ട് ചെയ്യ്, തിരിച്ചെന്തെങ്കിലും പറ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയാതിരിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു തിരിച്ച് റെസ്പോണ്ട് ചെയ്യേ. ബാലങ്ങനെ വീഡിയോ ഇടുമ്പോഴും പറയുമ്പോഴും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേ. ഇതേ കാര്യം തന്നെയല്ലേ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. എന്തുകൊണ്ട് അമൃത ഇത്രയും കാലം റെസ്പോണ്ട് ചെയ്തില്ല? എനിക്കറിയാവുന്ന അമൃതേൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, അവരായിട്ട് സംസാരിക്കുന്ന സമയത്തും ആൻഡ് വേറൊരാളോട് സംസാരിച്ച സമയത്തും ഞാൻ ഈ ചോദ്യം ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അമൃത റിയാക്ട് ചെയ്യുന്നില്ല? ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഇട്ടപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാര്യം, ഈ കുട്ടി ഒരു ദിവസം വരും എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ഒരാളുമായിട്ട് നടത്തിയ കോൺവെർസേഷനകത്ത് ഈ കുട്ടി വരും എന്നുള്ളത് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായതാണ്. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും ഏർലി ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചാൽ കുറച്ചൊക്കെ കഴിഞ്ഞ് കുട്ടി ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ ആയിപ്പോയി കുട്ടി. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് എത്തൂല നമ്മളെ, അപ്പം വരുന്ന വിചാരിച്ച്. പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ പോവാത്തത് അമൃത ഈ സൈലൻ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് ഇത്രയും കാലം. മനസ്സിലായോ? അത് ചിലപ്പോൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കാം. ഞാൻ ഇനി പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയാലോ,
ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ സൈബർ ബുള്ളിങ്ങും പ്രശ്നങ്ങളും വന്നാലും ഞാൻ മിണ്ടാതിരുന്നു പോവാം. ഈ മൈൻഡിലായിരിക്കാം. ഓക്കെ. പക്ഷേ ഇവർ ഈ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് തന്നെ വന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല. ഒരു ലേഡിയും കൂടി ഉണ്ട്, അവരുടെ ഒരു വീഡിയോ കൂടി ഞാൻ പ്ലേ ചെയ്യാം. സിംഗർ അമൃത സുരേഷ് ആൻഡ് അഭിരാമി സുരേഷ്, ഇവര് രണ്ടുപേരും എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ പോലാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെ ഉണ്ട്. ബോബനും മുളിക്കത്തും പട്ടിയപ്പല ഇവർ എവിടെ പോയാലും ഞാനുണ്ട്. ഇവരുടെ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും ഞാനാണ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അവരെ അത്രയും നന്നായിട്ട് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം നല്ല പറയണ്ടത്, September 21 പാപ്പുവിന്റെ ബർത്ത്ഡേക്ക് ശേഷം വീണ്ടും കുറെ ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത സൈബർ ബുള്ളിങ്ങും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അസ് യൂഷ്വൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അമൃത ചേച്ചി അത് മൈൻഡേ ചെയ്യില്ല. കാരണം പുള്ളിക്കാരി എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയത്തില്ല. ഞങ്ങളും ചോദിക്കാറുണ്ട്, ചേച്ചി ഒന്ന് റിയാക്ട് ചെയ്യുന്നു പറ. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് 2 കൈ മുട്ടിയെടുത്താലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ, നമ്മളൊന്നും പറയണ്ട, സത്യം എന്താ നമുക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ പറഞ്ഞു. പിന്നെ നമ്മൾ പറയും ചേച്ചി ഇതേ ഇവിടെ പിന്നെ സൈബർ ഭയങ്കര ബാഡായിട്ട് പോയിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും പറ. അപ്പൊ പറയും പാപ്പൂര് എന്താ പറയാ, അവളെ അതിലേക്ക് തള്ളിയിടാൻ താല്പര്യമില്ല, അവള് പഠിക്കുകയാണ്, അപ്പൊ അവളെ ചുമ്മാ കോടതി അതും ഇതൊന്നും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതിലേക്കൊന്നും തള്ളിയിടാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പറയുന്നവരൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും പുള്ളിക്കാരി പോയി. എനിക്കറിയത്തില്ല അത് എന്ത് യൂണിവേഴ്സായി, എങ്ങനെ ഈ ഒരു മനുഷ്യന് ഇത്രമാത്രം ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ഞാനും അറിയിക്കും, ഓ ഇതാരത് ഭൂമിയിലേ വരും ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചോദിക്കും, എന്തുവാണ് കാരണം അത്രമാത്രം ക്ഷമ ഒരു മനുഷ്യന്, എനിക്കറിയത്തില്ല. ഓക്കെ. ഈ ഒരു പെൺകുട്ടിയാണെങ്കിലും ഇവരും ഈ ലേഡിയും ഈ പറഞ്ഞ അമൃതയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. പക്ഷെ ഞാൻ ഇപ്പം ഈ ഒരു പോർഷൻ മാത്രം വെക്കാൻ കാരണം, ഈ കുട്ടിയും പറയുന്നുണ്ട്, അമൃതയോട് കണ്ടിന്യൂസ്ലി പറയുന്നുണ്ടായിരുന്നു ഓരോ ടൈമിലും. അതായത് ഇതിങ്ങനെ കൂടി വരിക. അതായത് അപ്പുറത്ത് ബാലൊരു വീഡിയോ ഇടുമ്പോൾ ഇപ്പുറത്ത് ഇവർക്ക് ആ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ചാനലിൽ കണ്ടന്റ് ഇങ്ങനെ കയറി വരും. അമൃത ബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ബാല അപ്പുറത്തൊരു വീഡിയോ ഇട്ടാലോ ഒരു ഇൻ്റർവ്യൂ കൊടുത്താലോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ കയറും. റെസ്പോണ്ട് ചെയ്തൂടെ. ഇത് എക്സാക്റ്റ് തിങ് അല്ലേടേ, ഇന്ന് ആലോചിച്ചാൽ പോരെ. മറ്റേ പ്രോഗ്രസീവ് സാധനം തലയിൽ കൊണ്ടു നടക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടുമാണ് പറയാനുള്ളത്. ഗ്രോ അപ്പ്, നിങ്ങളോടാ പറയാനുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യണം. ആ കുട്ടി, ഓക്കെ, കുട്ടിയുടെ ഈ സിറ്റുവേഷൻ അച്ഛനും അമ്മയ്ക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഫൈൻ. ഈ പറഞ്ഞ ബാലച്ചേട്ടനും അമൃതയ്ക്കും 2 പേർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ കുട്ടി ഇന്നലെ വീഡിയോ ഇടേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിയത് അച്ഛൻ കാരണവും അമ്മ കാരണവുമാണ് ഡെഫിനറ്റ്ലി. ഇതായിരുന്നു എൻ്റെ പോയിന്റ്. അത് എത്ര പേർക്ക് മനസ്സിലായി കൺവേ ആയി എന്ന് എനിക്കറിയില്ല. പിന്നെ ബാലച്ചേട്ടൻ എന്ന് വിളിച്ച് ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് ഇവൻ ബാലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, ഐ ഡോണ്ട് കെയർ. ഓക്കെ. പിന്നെ ഞാൻ പറയുന്നു, ഈ കുട്ടി ഈ 3-3.5 വയസ്സിൽ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് പലരും വീണ്ടും ഞാൻ കണ്ടു കുറേ കമൻറ്റ് ബോക്സിലൊക്കെ. ഈ കുട്ടി പറയിപ്പിച്ചതോ പറഞ്ഞതോ, എനിക്കങ്ങനെ ഒരു കോളില്ല. വീണ്ടും നിങ്ങൾ ആലോചിക്കുക, 3-3.5 വയസ്സിൽ ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ ആ കുട്ടിക്ക് അവിടെ കിടക്കും. ബിക്കോസ് ഇപ്പം 12 വയസ്സായിട്ടുള്ളൂ കുട്ടിക്ക്. സോ ഞാൻ ഇന്നലെ ആ ഏജ് ഗ്യാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ആ ടൈമിൽ ആ കുട്ടിക്ക് അത് അവിടെ ഉണ്ടാവും. ഇപ്പം തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു 10-30 വയസ്സും 25 വയസ്സുള്ളപ്പോൾ തന്നെ അവർക്ക് 2-3 വയസ്സിൽ നടന്ന ട്രൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തലയിൽ കിടക്കുന്നുണ്ട്, മറക്കൂല. ഓക്കെ. ചിലപ്പോൾ കാണുന്ന കേൾക്കുന്ന നമുക്ക് ആ ഒരു ഏജിൽ അത്രത്തോളം വലിയ ട്രോമ അനുഭവിച്ചൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഏജിലുള്ള കാര്യങ്ങൾ ഓർമ്മയില്ലാത്തത്, ഫൈൻ. സോ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അമൃത പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രൈവറും ഇവരൊക്കെ ഓരോരുത്തരും അവരുടെ അനുഭവത്തിൽ നിന്നാണല്ലോ പറയുക, അല്ലേ. പിന്നെ ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞല്ലോ, ഞാൻ ബാലച്ചേട്ടനെ ഞാൻ ബാലച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, അല്ലേ, ബാലച്ചേട്ടൻ തന്നെ വിളിക്കുന്നത്. ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്നോട് ചോദിച്ചാലും ഞാൻ പറയും കംപ്ലീറ്റ്ലി ബാലച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ പറഞ്ഞ പോലെ എന്താ പറയുക 100-ൽ 100 മര്യാദ പുരുഷോത്തമൻ എന്ന് ഞാൻ പറയില്ല. എന്നെ ചോദിച്ചാലും പറയില്ല, ബാലച്ചേട്ടനെ ചോദിച്ചാലും പറയില്ല, ആരെ ചോദിച്ചാലും ഞാനത് പറയില്ല. ആൻഡ് ഇഫ് യു ആസ്ക് മീ പെർട്ടിക്കുലർലി അബൌട്ട് ബാല, ഞാൻ പറയില്ല. ഇവർ ഈ പറയുന്ന സിറ്റുവേഷൻസ്, ഇവർ അനുഭവിച്ച കാര്യങ്ങൾ ചെയ്തിരിക്കും, മനസ്സിലായോ. അവരനുഭവിച്ചതുകൊണ്ട് അവർ പറയുന്നു. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സ് ആദ്യം ഇങ്ങനെ ഇനീഷ്യലി വായിച്ചിട്ടായിരിക്കും കാണുന്നത്. അത് ഓപ്പണാക്കി വെക്കും, അതുകൊണ്ടവിടെ കമൻറ്റ് വരും, നിങ്ങൾ വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വായിക്കുന്ന കമൻറ്റുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവും. എന്നിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് ബാക്കി വീഡിയോൻ്റെ ബാക്കി കാണുമ്പോൾ അപ്പോൾ കമൻറ്റിൽ ഇങ്ങനെയാണല്ലോ പറയും, ഇതാ മറ്റേ, അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തോന്നലായിരിക്കും നിങ്ങൾക്ക്. ഇറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാര്യം ഞാൻ എൻ്റെ വീഡിയോസിൽ എനിക്ക് പറയാനുള്ളത് പറയും. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് ഇരിക്കുന്നത്. ബാലച്ചേട്ടൻ തന്നെയാണ് വിളിക്കുക. ഇടയ്ക്ക് ചിലപ്പോൾ ബാല കയറി വരും, മോസ്റ്റ്ലി ബാലച്ചേട്ടനായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ 2 പേർക്കും ആ കുട്ടിയെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നതിൽ അവർക്ക് ഉണ്ടടേ കൈ, 2 പേർക്കും ഉണ്ടത്. ഓക്കെ, കാരണം ആ വീഡിയോസ് 2 പേരും അവോയ്ഡ് ചെയ്യണ്ടായിരുന്നു. ആ കുട്ടി ഇട്ട വീഡിയോൻ്റെ മുകളിൽ സ്റ്റോപ്പ് ചെയ്യണ്ടായിരുന്നു. ഇതിപ്പോൾ നോക്ക് നിങ്ങൾ, ഡ്രൈവർ വന്നു, ഫ്രണ്ട് വന്നു, ഇനി ചിലപ്പോൾ നാളെ ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ എന്താ പറയുക വേറെ ആരെങ്കിലുമൊക്കെ വരും അമൃതേനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബ്ലെയിം ഗെയിം. ഞാൻ ഇന്നലത്തെ വീഡിയോത്തെ കാര്യം വീണ്ടും ആവർത്തിക്കേണ്ട, ബ്ലെയിം ഗെയിമിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി വീണ്ടും ആ കുട്ടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഓക്കെ, ഡിസ്കഷൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ എന്തിനാ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? നിനക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ ഇത് ഡിസ്കസ് ചെയ്യുന്നത്? മക്കളെ, കോണ്ടൻ്റാണ് ഇവിടെ. ഓക്കെ, കോണ്ടൻ്റാണ്. ഇത്ര അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ചില സാധനങ്ങൾ ചെയ്യും. ഫൈൻ, ചിലത് ചെയ്യും. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അത്ര മോശം, എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് മോശം കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു, അത് വളരെ ഡീസൻ്റായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതിൽ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടാവും. ഇറ്റ്സ് അപ് ടു ദ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ 2 പേര് അമൃത അനുഭവിച്ച കാര്യങ്ങൾ അവരും കണ്ടിട്ടുണ്ട്, സാക്ഷികളാണെന്ന് പറഞ്ഞു വന്നു. ഐ ഡോണ്ട് നോ ഇനി അടുത്ത ബാലേൻ്റെ സൈഡിൽ നിന്ന് ആൾ വരുമോ, അമൃതയുടെ സൈഡിൽ നിന്ന് ഇനി ആൾ വരുമോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്നുള്ളത് അറിയില്ല. ഞാൻ പറയുമ്പോൾ ഈ ലൂപ്പ് ഇവിടെ എൻഡ് ചെയ്യാൻ നല്ലത്, ദാറ്റ്സ് ബെറ്റർ. ഇനി ഇവരുടെയൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ഈ ലൂപ്പ് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പീസ്ഫുൾ ടൈം കിട്ടും. ആ കുട്ടിക്ക്, അവർക്കല്ല, ആ കുട്ടിക്ക് കിട്ടും. ഓക്കെ, ആ കുട്ടിക്ക് പീസ്ഫുൾ ടൈം കിട്ടാനും ആ കുട്ടിക്ക് വേറെ സൈബർ ബുള്ളിയും കാര്യങ്ങളും വരാതിരിക്കാനാണല്ലോ എല്ലാവരും പറയുന്നത്. സോ എല്ലാവരും പറയൽ നിർത്തി കഴിഞ്ഞാൽ അവിടെ എൻഡായി.